കരയിലുള്ളതിനേക്കാൾ വലിയ കാഴ്ചകളാണ് കടലിനടിയിലുള്ളത്. അപ്പം കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് പോയി ഇന്ന് കണ്ടിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. നമ്മളിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലാണ്. അപ്പം ദാ കാണുന്ന ബോട്ടിൽ നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി പോവുകയാണ്. ഞാനും വൈഫുമാണ് മുങ്ങുന്നത്. കണ്ടില്ലേ, ആയിരക്കണക്കിന് മീനുകളുടെ കാഴ്ച. അതുപോലെ അതിൻ്റെ തൊട്ട് ബാക്കി കാണുന്നത് പവിഴപ്പുറ്റുകളാണ്. ഈ പവിഴപ്പുറ്റുകളെ ചുറ്റിപ്പറ്റി പല രീതിയിലുള്ള മീനുകളും അതുപോലെ പല ജീവികളും ഉണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മീനുകൾ കയറിപ്പോകുന്നത്. ഇത് കണ്ടില്ലേ, ഇടയ്ക്ക് ചില കളർഫുൾ മീനുകളൊക്കെ എന്തോ കൊത്തിയൊക്കെ കഴിക്കുന്നത്. അങ്ങനെ ഇതെന്ന് പറയുന്നത് ഈ പവിഴപ്പുറ്റിനിടയിലുണ്ടാകുന്ന ഒരുതരം കടൽ പൂക്കളാണ്. ഈ കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്. കാരണം നമ്മൾ ഇതിൻ്റെ കടലിൻ്റെ അടി നമ്മൾ അധികം ആളുകൾ കാണുന്നില്ലല്ലോ. പക്ഷെ ഇതിൻ്റെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലുള്ളതിനെക്കാട്ടിലും വലിയ കാഴ്ചകളാണ് ഉള്ളത്. അതുപോലെ വലിയ മലകളും അതുപോലെ ഇതുപോലെയുള്ള പല രീതിയിലുള്ള ജീവികളും, അങ്ങനെ ഒരുപാട് വലിയൊരു ലോകമാണ് ഈ കടല്. ഇതാ കണ്ടില്ലേ, ചില മീനുകളൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് വരുന്നത്. അങ്ങനെ കൂട്ടം കൂടി നടക്കുന്ന മീനുകളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ മീനുകളെ മാത്രമല്ല, ഇതുപോലെ പണ്ട് കാലത്ത് കടലിൽ മുങ്ങിപ്പോയ കപ്പലുകളുടെ അവശിഷ്ടങ്ങളും അതുപോലെ ബോട്ടുകളുടെ അവശിഷ്ടങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ പവിഴപ്പുറ്റുകളൊക്കെ കാണുന്നതിന്റെ ആവേശത്തിൽ അതിലൊന്നും തൊടാനോ എടുക്കാനോ ഒന്നും പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഓരോ മീനുകളുടെയും അതുപോലെ പല ജലജീവികളുടെയും വലിയൊരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ തൊടാനോ എടുക്കാനോ ഒന്നും പാടില്ല.